ഇന്ന് നമുക്ക് മൾട്ടി മില്ലറ്റ്സ് ബോൾസ് ചെയ്യാം. ഇത് ഷുഗർ പേഷ്യൻസിനും അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതായിട്ടുള്ള ഒന്നാണ്. കാരണം ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആയിട്ടുള്ള കോറ, തിന, ചാമ ഇതാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഞാനിവിടെ ഓരോ കപ്പ് വീതം എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഇതിലേക്ക് ഉപയോഗിക്കാനല്ല, ഇത് നമുക്ക് ആദ്യം ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് ഒരു കപ്പ് കോറ, അതുപോലെ തന്നെ ഒരു കപ്പ് തിന, ഒരു കപ്പ് ചാമ ഇത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ല പോലെ ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്താൽ മതി. ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് നമുക്കത് ചൂടാക്കിയെടുക്കാം. കാരണം നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇത് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നൈസാവണമെന്നില്ല. ഒരു 2 കപ്പ് അളന്നെടുക്കുകയാണ്. ബാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം, പിന്നീട് ഉപയോഗിക്കാം. 2 കപ്പ് മാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം, സാദാ ജീരകം, അല്പം കുരുമുളക്, ഒരു 1/4 സ്പൂണ് കുരുമുളക്, ഒരു 6 അല്ലി ചെറിയ ഉള്ളി, അല്പം കറിവേപ്പില ഇതിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ അല്പം വെള്ളം, 1.5 കപ്പ് വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സ് തേങ്ങയുടെ ആ കൂട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം. അതിന് ശേഷം അല്പമായി വെള്ളമൊഴിച്ച്, തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസാക്കിയിട്ടോ നിങ്ങൾക്ക് ഇനി വലിയ ഞങ്ങൾ താല്പര്യം പോലെ ചെയ്യാം. ഞാനിവിടെ ചെറിയ ബോൾസാക്കി ഉരുട്ടി എടുക്കുകയാണ്. അങ്ങനെ മുഴുവനും ഉരുട്ടി എടുക്കാം. ഇതുപോലെ മുഴുവനും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡ്ഡലി ചട്ടിയിലോ ഏതിലാ വെച്ചാൽ അതിൽ നമുക്കിതൊന്ന് നല്ലപോലെ ആവി കയറ്റി എടുക്കാം. നമുക്കിത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതുപോലെ ആവി വന്ന ശേഷം നമുക്കത് ഫ്ലെയിം സിം വെച്ച് ഒരു 10 മിനിറ്റോളം വെച്ച് കൊടുക്കാം. ഏകദേശം 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇനി ഇത് ഞാൻ കടുവറുത്ത് കൊട്ടാനാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. താല്പര്യമില്ലെങ്കിൽ ചെയ്യണ്ട. അല്പം വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് അല്പം കടുകും 2 വറ്റൽമുളകും പൊട്ടിച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനി ഇതിലേക്ക് നമുക്ക് ബോൾസ് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം.